ആ ഭൗതിക പ്രപഞ്ചത്തിന് പുറത്തുള്ള ഒരു അസ്തിത്വത്തെ ഭൗതിക ലോകത്തിനുള്ളിലുള്ളതിനെക്കുറിച്ച് പഠിക്കാൻ പ്രാപ്തമായ ശാസ്ത്രം കൊണ്ട് തെളിയിക്കണമെന്ന് പറയുന്നത് രണ്ടജ്ഞതയാണ്. ഒന്ന്, അവർക്ക് ശാസ്ത്രം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. രണ്ടാമത്, അവർക്ക് ദൈവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബത്തി അജ്മഈൻ അമ്മാബാദ്. പല ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമാണ്, നമ്മൾ പടച്ചവനിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഈ പടച്ചവനെയും ദൈവത്തെയുമെല്ലാം ശാസ്ത്രീയമായി നമുക്ക് തെളിയിക്കാൻ സാധിക്കുമോ? അങ്ങനെ തെളിയിക്കാൻ സാധിക്കുകയാണെങ്കിൽ വളരെ നല്ലതല്ലേ എന്നുള്ള ചോദ്യം പലപ്പോഴായി പല രൂപത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ പല കുട്ടികളായിട്ടും അതുപോലെ തന്നെ പല ആളുകൾക്കും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ ചോദ്യം വരാനുള്ള കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ശാസ്ത്രം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള പല പ്രതിഭാസങ്ങളെക്കുറിച്ചും പല കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ നന്നായി വിശദീകരിക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശാസ്ത്രം എന്ന് പറയുന്ന, സയൻസ് എന്ന് പറയുന്ന ടൂൾ നമ്മളെ വളരെയധികം സഹായിക്കുന്നു. അപ്പോൾ അതിങ്ങനെ പഠിച്ചു പോകുമ്പോൾ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുമ്പോൾ, നമുക്ക് ഇതുവരെ ഇല്ലാത്ത പല അറിവുകളും ലഭിക്കുമ്പോൾ, ഇതുവരെയുള്ള പല മുൻധാരണകളും മാറുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഇത് നല്ലൊരു അറിവിൻ്റെ മേഖലയാണല്ലോ, ഇതുവഴി നമുക്ക് ദൈവത്തെയും കൂടി സ്ഥാപിക്കാൻ സാധിച്ചാൽ നമുക്കൊരു ഉറപ്പാണല്ലോ എന്നൊക്കെയുള്ള വളരെ നിഷ്കളങ്കമായ ചിന്ത കൊണ്ടാണ് പല ആളുകളും അങ്ങനെ ചോദിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആളുകൾ ചോദിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ ശാസ്ത്രം എന്താണ്, ശാസ്ത്രത്തിൻ്റെ മേഖല എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ധാരണക്കുറവ് കൊണ്ടാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ. ചില ആളുകളൊക്കെ വലിയ വെല്ലുവിളിയായി നിങ്ങൾക്ക് സയൻസിൽ ദൈവത്തെ തെളിയിക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള വെല്ലുവിളികളായിട്ട് വരും. അവർക്ക് പൂർണ്ണമായും ശാസ്ത്രത്തെക്കുറിച്ചുള്ള ധാരണക്കുറവ് കൊണ്ടുള്ള ഒരു അജ്ഞത കൊണ്ടുള്ള അത്തരത്തിലുള്ള വെല്ലുവിളികളായി മാത്രമേ നമുക്കതിന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. വളരെ നിഷ്കളങ്കമായി ചോദിക്കുന്ന ആളുകളും എന്താണ് ശാസ്ത്രം എന്ന് പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പടി. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ഭൗതിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്തെക്കുറിച്ച് പഠിക്കാൻ പ്രാപ്തമായ ഒരു വളരെ നല്ലൊരു ടൂളാണ് അല്ലേ? ശാസ്ത്രം പഠിക്കണം, കൂടുതൽ അറിയാൻ ശ്രമിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ഈവൻ വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ ഇസ്ലാമിക അധ്യാപനങ്ങളിലുമെല്ലാം പ്രപഞ്ച പഠനത്തെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ, ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, ആകാശങ്ങളിലേക്ക് നോക്കുന്നില്ലേ, ചന്ദ്രനിലേക്ക് നോക്കുന്നില്ലേ, സൂര്യനിലേക്ക് നോക്കുന്നില്ലേ, നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കുന്നില്ലേ, അതായത് നിങ്ങളുടെ ശരീരത്തെ തന്നെ പഠിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുറ്റുപാടുകളെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് വളരെയധികം പ്രോത്സാഹിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ആ ശാസ്ത്ര പഠനം എന്ന് പറഞ്ഞാൽ, ഭൗതിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള പഠനമാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭൗതിക ലോകത്തെക്കുറിച്ച് പഠിക്കാൻ പ്രാപ്തമായതാണ് ശാസ്ത്രം. നമ്മൾ ശാസ്ത്രത്തിൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ രൂപം എടുത്തു നോക്കുക. എന്താണ്? ടെലസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, ലിറ്റ്മസ് ടെസ്റ്റ്, ഇതെല്ലാം ഭൗതിക പദാർത്ഥങ്ങളെ പഠിക്കുകയാണ് അല്ലേ? ടെലസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ദൂരെയുള്ള കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുന്നു. മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് വളരെ സൂക്ഷ്മമായ കാര്യങ്ങളെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ടെസ്റ്റുകൾ വഴി, ലാബിലുള്ള പല പരീക്ഷണങ്ങൾ വഴി ഭൗതിക പദാർത്ഥങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? എന്നാൽ ഇവിടെ രണ്ടാമത്തെ ഒരു കാര്യം, ശാസ്ത്രം എന്താണ്? ഭൗതിക പദാർത്ഥങ്ങളെക്കുറിച്ച്, ഭൗതിക ലോകത്തെക്കുറിച്ച് പഠിക്കലാണ് ശാസ്ത്രം. എന്നാൽ രണ്ടാമത്തെ ഒരു ചോദ്യം, ആരാണ് ദൈവം? ദൈവമെന്ന് നമ്മൾ പറയുന്ന, ദൈവത്തെ ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റുമോ എന്നുള്ളതാണല്ലോ ചോദ്യം. ആരാണ് ദൈവം? നമ്മൾ ദൈവമെന്ന് പറയുമ്പോൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ശരിയാണ്, ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും വ്യക്തിയെയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തികൾ ഈ പ്രപഞ്ചത്തിനകത്ത് തന്നെ ഉള്ളതാണ്. അതിനെ ശാസ്ത്രീയമായി തെളിയിക്കുക എന്നൊക്കെ പറയുന്നതിൽ വല്ല അർത്ഥം ഉണ്ടാവും. അല്ലെങ്കിൽ വല്ല കല്ലിനെയോ മുള്ളിനെയോ മുരടിനെയോ മൂർഖൻ പാമ്പിനെയോ അല്ലെങ്കിൽ ചന്ദ്രനെയോ സൂര്യനെയോ ഒക്കെയാണ് ദൈവമായി നമ്മൾ മനസ്സിലാക്കുന്നത് എങ്കിൽ അതിനെ ഈ പ്രപഞ്ചത്തിനുള്ളിലുള്ളതാണല്ലോ, അത് ദൈവം ആണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കണമെന്ന് പറയുന്നതിലൊക്കെ കുറച്ച് അർത്ഥം ഉണ്ടാവും. പക്ഷേ വിശ്വാസികൾ, യഥാർത്ഥ വിശ്വാസികൾ എന്തിനെയാണ് ദൈവമായി മനസ്സിലാക്കുന്നത്? ഏതെങ്കിലും മനുഷ്യരെയാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതിക പദാർത്ഥങ്ങളെയാണോ? ഭൗതിക പ്രതിഭാസങ്ങളെയാണോ? ചന്ദ്രനെയാണോ? സൂര്യനെയാണോ? ഒന്നിനുമല്ല. മറിച്ച് ഇതിനെയെല്ലാം പടച്ച ഈ ഭൗതിക ലോകത്തിന് അതീതനായിട്ടുള്ള, ഈ പ്രപഞ്ചത്തിന് പുറത്തുള്ള ഒരു ഏകനായ ഒരു അസ്തിത്വത്തെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. അതായത് ഈ ഭൗതിക പ്രപഞ്ചത്തിന് പുറത്താണ് സാക്ഷാൽ ആരാധ്യൻ, അതായത് യഥാർത്ഥ ദൈവം, അതായത് അറബിയിൽ നമ്മൾ പറയുന്ന അൽ ഇലാഹ് അഥവാ അള്ളാഹ് എന്ന് പറയുന്നത്. ആ ഭൗതിക പ്രപഞ്ചത്തിന് പുറത്തുള്ള ഒരു അസ്തിത്വത്തെ ഭൗതിക ലോകത്തിനുള്ളിലുള്ളതിനെക്കുറിച്ച് പഠിക്കാൻ പ്രാപ്തമായ ശാസ്ത്രം കൊണ്ട് തെളിയിക്കണമെന്ന് പറയുന്നത് രണ്ടജ്ഞതയാണ്. ഒന്ന്, അവർക്ക് ശാസ്ത്രം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. രണ്ടാമത്, അവർക്ക് ദൈവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഭൗതിക പ്രപഞ്ചത്തിനുള്ളിലുള്ളതിനെക്കുറിച്ച് പഠിക്കാൻ പ്രാപ്തമായ ശാസ്ത്രം കൊണ്ട് ഭൗതിക പ്രപഞ്ചത്തിന് പുറത്തുള്ള ദൈവത്തെ തെളിയിക്കണമെന്ന് പറഞ്ഞാൽ അതൊരു അജ്ഞത കൊണ്ട് സംഭവിക്കുന്ന ഒരു സംസാരമാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കണം, അപ്പോൾ അതിനർത്ഥം എന്താ? ദൈവത്തെ തെളിയിക്കാൻ സാധിക്കില്ല എന്നാണോ? അല്ല, ദൈവത്തെ ഭൗതിക ശാസ്ത്രം കൊണ്ട് തെളിയിക്കാൻ സാധ്യമല്ല. കാരണം ദൈവം ഭൗതിക ശാസ്ത്രത്തിനകത്തല്ല, അല്ലെങ്കിൽ ഭൗതിക പ്രപഞ്ചത്തിനകത്തല്ല. എന്നാൽ പിന്നെ ദൈവത്തെ പിന്നെ എങ്ങനെയാണ് നമുക്ക് തെളിയിക്കാൻ സാധിക്കുക? അത് നമ്മൾക്ക് പരിശോധിക്കാം.
നമുക്ക് ഒരു കാര്യമുണ്ട് എന്ന് തെളിയിക്കാൻ ശാസ്ത്രം മാത്രമല്ല വഴി എന്ന് പറയുന്നത്, മറിച്ച് മറ്റു പല വഴികളുമുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ലോജിക്, യുക്തി എന്ന് പറയുന്നത്. നമുക്ക് യുക്തിപരമായി ആലോചിക്കാം. അതിൽ ഈവൻ നമുക്ക് ഈ ശാസ്ത്രത്തെ അടക്കം നമുക്ക് അതിൽ ഉപയോഗിക്കാം. നമ്മൾക്ക് ശാസ്ത്രം പഠിക്കാം. ശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മൾ സ്ഥൂല പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്നു. എത്ര വിശാലമാണ് ഈ പ്രപഞ്ചം, എത്ര കൃത്യമാണ് ഈ പ്രപഞ്ചം എന്ന് നമുക്ക് പഠിക്കാം. സൂക്ഷ്മ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്നു, നമ്മുടെ കോശങ്ങളെക്കുറിച്ച്, അതിനകത്തുള്ള DNA-യെക്കുറിച്ച്, അതിനകത്ത് രേഖപ്പെടുത്തപ്പെട്ട ഇൻഫർമേഷനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, യുക്തിപരമായി ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. വളരെ കൃത്യമാണിതെല്ലാം, വളരെ ഫൈൻ ട്യൂൺഡാണ് നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇതിന് പിന്നിലെല്ലാം കാരണങ്ങളുടെ ഒരു ശൃംഖല കാണാൻ സാധിക്കും. ആ കാരണങ്ങളുടെ ശൃംഖല അനന്തമായി പോകാൻ സാധ്യമല്ല. ഏറ്റവും അവസാനം ഒരു കാരണങ്ങൾ ആവശ്യമില്ലാത്ത ഒരു അസ്തിത്വം ആവശ്യമാണ്, ഒരു ദൈവം ആവശ്യമാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഈ വ്യവസ്ഥ കാണുമ്പോൾ ഒരു വ്യവസ്ഥ നിർണയിച്ചവനുണ്ട് എന്ന് നമുക്ക് യുക്തിപരമായി ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇതിന് ഒരുപാട് തെളിവുകളുണ്ട്. യുക്തിപരമായി ദൈവമുണ്ട് എന്നുള്ളതിനുള്ള ഒരുപാട് തെളിവുകൾ നമുക്ക് ഹാജരാക്കാൻ സാധിക്കും. അപ്പോൾ യുക്തിപരമായി നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു യാഥാർത്ഥ്യമാണ് ദൈവമുണ്ട് എന്നുള്ളത്. ഇൻറ്റ്യൂറ്റീവ് എന്ന് പറയും. പലതരത്തിലുള്ള പുസ്തകങ്ങൾ വരെ നമുക്ക് കാണാൻ സാധിക്കും. ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡീസും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ സ്റ്റഡീസും അതിൻ്റെയൊക്കെ ഒരു അവസാനമായിക്കൊണ്ട് പല ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഹ്യൂമൻസ് ആർ ബോൺ ബിലീവേഴ്സ്. മനുഷ്യർ അവർ ജന്മനാ തന്നെ വിശ്വാസികളാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു യാഥാർത്ഥ്യമാണ് ദൈവമുണ്ട് എന്നൊരു വിശ്വാസം എന്നതടക്കം നമുക്ക് കാണാൻ സാധിക്കും. അതങ്ങനെ ഇൻറ്റ്യൂറ്റീവാണ്, അതായത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇസ്ലാമിക ഭാഷയിൽ പറഞ്ഞാൽ ഫിത്രയാണ്, ശുദ്ധപ്രകൃതമാണ് ദൈവമുണ്ട് എന്ന, പടച്ചവനുണ്ട് എന്ന യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ലോജിക്കലി നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന, തെളിയിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ദൈവം എന്ന് പറയുന്നത്. ഇങ്ങനെ അതുപോലെ തന്നെ പിന്നെ ഉള്ളത് അതോറിറ്റി, അല്ലേ? നമുക്ക് വിശ്വസനീയമായ അതോറിറ്റിയിൽ നിന്നുള്ള വിജ്ഞാനം എടുത്തു നോക്കുകയാണെങ്കിലും ദൈവമുണ്ട് എന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. ഇങ്ങനെ 3 മേഖലകളിലൂടെ, അതോറിറ്റിയിലൂടെ, ലോജിക്കിലൂടെ, ഇൻറ്റ്യൂറ്റീവ് നോളജിലൂടെ നമുക്ക് ദൈവമുണ്ട് എന്ന് തെളിയിക്കാൻ സാധ്യമാണ്. അതിനുള്ള അനേകം തെളിവുകൾ പല രൂപത്തിൽ നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അത് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. എന്നാൽ ഭൗതിക ശാസ്ത്രം കൊണ്ട് തന്നെ തെളിയിക്കണം. ഭൗതിക പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ പ്രാപ്തമായ ശാസ്ത്രം കൊണ്ട് തന്നെ ഭൗതികേതരമായിട്ടുള്ള, അല്ലെങ്കിൽ ഭൗതിക ലോകത്തിന് പുറത്തുള്ള പടച്ചവനെ തെളിയിക്കണമെന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള അജ്ഞതയിൽ നിന്ന് വരുന്ന ചില കമൻറ്റുകളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കൂടുതൽ എന്താണ് ശാസ്ത്രം, എന്താണ് ദൈവം, എന്താണ് ലോജിക്, ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായി മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.